അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ പടിയിറക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. കോച്ചിങ് സ്റ്റാഫ്സ് ഉൾപ്പെടെ 3 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്താക്കി കഴിഞ്ഞു. ഇതിൽ പുറത്താക്കിയ താരങ്ങളിൽ ഒരു വിദേശ താരവും 2 ഇന്ത്യൻ താരങ്ങളുമാണ്. അത് മറ്റാരുമല്ല, ക്വാമി പെപ്രയും ഇശാൻ പണ്ഡിതയും ഗോൾ കീപ്പറായിട്ടുള്ള കമൽജിത്തിനെയുമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ക്വാമി പെപ്രയുടെ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുതുക്കാൻ സാധ്യതയില്ലെന്ന് ഇതിനു മുമ്പ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പെപ്രയുടെ പടിയിറക്കം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. ഇശാൻ പണ്ഡിതയുടെ കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു. കമൽജിത്ത് സിംഗ് ലോൺ സ്പെല്ല് കഴിഞ്ഞു തിരിച്ച് ഒഡീഷയിലേക്ക് മടങ്ങുന്നതായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ജോഷുവ സെറ്റിരിക്ക് പകരം ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ഗാനിയൻ യുവ സ്ട്രൈക്കറായിരുന്നു ക്വാമി പെപ്ര. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്യാവശ്യം മികച്ച പ്രകടനം തന്നെയായിരുന്നു താരം കാഴ്ചവെച്ചത്. ക്ലബിനോട് നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള താരം തന്നെയായിരുന്നു ക്വാമി പെപ്ര. പക്ഷേ ഇശാൻ പണ്ഡിതയെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചെങ്കിലും ഇശാൻ പണ്ഡിതയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു അവസരങ്ങൾ കിട്ടിയിട്ടില്ലായിരുന്നു. പണ്ഡിതയ്ക്ക് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഭേദമായിട്ടും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അവസരങ്ങൾ പണ്ഡിതയ്ക്ക് കൊടുത്തിരുന്നില്ല. ഡുറാൻഡ് കപ്പിൽ ഒരു മത്സരത്തിൽ 2 ഗോളുകൾ താരം നേടിയിട്ടുണ്ടായിരുന്നു. ഈ ഗോളുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇശാൻ പണ്ഡിത നേടിയിട്ടുള്ളത്. ഇശാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങുന്നതാണ് നല്ലത്. കാരണം ബ്ലാസ്റ്റേഴ്സിൽ താരത്തിന് മതിയായ അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ ഇനിയും പടിയിറക്കങ്ങൾ തുടരും. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിയും.